Hello human, it's me, Octopus. Welcome to my world. പറഞ്ഞില്ലേ? അങ്ങനെ ചെന്നൈ എത്തി. കളി ഇന്നലത്തെ കളി കണ്ടു. നിങ്ങളെ കളി ഇനി വരാൻ പോണല്ലേ ഉള്ളൂ. 26 ബോളിൽ 116 റണ്ണല്ലേ രാജസ്ഥാന്. കിട്ടിയതുപോലെ തന്നെ. ഹെഡ് ടു ഹെഡ് എത്രയാണെന്ന് അറിയാമോ? ചെന്നൈയും മുംബൈയും തമ്മിൽ 37 കളി കളിച്ച്. നിങ്ങൾ എത്ര എണ്ണം ജയിച്ചിട്ടുണ്ട്? 17 നമ്മൾ 20 ജയിച്ച്. ഇന്ന് ജയിക്കോ? ഇന്ന് ജയിക്കോ? അതൊന്നും പറഞ്ഞിട്ടല്ല. ഇന്ന് ജയിക്കോ എന്ന് മാത്രം നിങ്ങൾ പറയുക. ഇന്ന് ജയിക്കോ? നോക്കിയിരുന്നോ ജയിക്കുമെന്ന്? നമുക്കുള്ള ആരൊക്കെ അറിയാല്ല. രോഹിത് ശർമ്മ, വിൽ ജാക്സ്, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, ഇനി റോബിൻ വിൽസ്. തലയല്ലേ? ആദ്യം തൊട്ട് അവസാനം വരെയും തലയായിരിക്കും. അത് ബാക്കിയുള്ള ഒരു പ്ലേയേഴ്സിനൊക്കെ ഇറക്കൂ. ആദ്യം പറഞ്ഞുതരാം. ഇപ്പൊ പ്ലേയിങ്ങറാണെന്ന് പറയുമ്പോ രുദ്രാജ്, ഒന്നുകിൽ ദിവാൻ കോൺവേ ഇല്ലെങ്കിൽ രജിൻ രവീന്ദ്ര, അത് കഴിഞ്ഞ് പിന്നെ ഒന്നുകിൽ ത്രിപാഠി ഇല്ലെങ്കിൽ ഹൂഡ. ഇതിലിപ്പോ നമുക്ക് ആരെ അങ്ങനെ അയക്കാമില്ല. അതുകൊണ്ട് ഞാൻ പറയാം, ഓപ്പണിങ് കോൺവേയും രുദ്രാജ്, മൂന്നാമത് ത്രിപാഠി, നാലാമത് വന്നിട്ട് ദീപക് ഹൂഡ. 360 പ്ലെയർ ഇല്ലല്ലേ? 360 പ്ലെയറിന് ഇമ്പാക്ട് ആയിട്ട് ഇറക്കും. അത് കഴിഞ്ഞ് അഞ്ചാമത് വന്നിട്ട് നമ്മുടെ പുള്ളിക്കാരൻ ശിവൻ ഡൂബെ, നമ്മളെ വിശേഷിപ്പിക്കുന്നു ശിവൻ ഡൂബെ. ആറാമത് ജഡേജ, ഏഴാമത് ധോണി, എട്ടാമത് സാംകറാനില്ലേ? സാംകറിനൊപ്പം ഇല്ലേ? സാംകറിനുണ്ട്. സാംകറിന് അവസാനം പത്താമത്തെ ഓവറിലൊന്നും ഉറക്കും. ഒന്ന് പതിലാണ് നമ്മളെ ടാക്ടിക് മൂവ് എന്താണെന്ന് അറിയാമോ? നമ്മൾ കഴിഞ്ഞ സീസണിൽ കാണിച്ച അതേ ടാക്ടിക് മൂവ് അവിടെ ഉറക്കും. അതായത് 11 പിടിച്ച് നമ്മൾ പതുക്കി അങ്ങ് വെക്കും. അതിന്റെ പേര് തന്നെയാണല്ലോ പതുക്കല്ലെന്ന്. എന്നിട്ട് ഒരു 2-3 കളിയൊക്കെ ആകുമ്പോൾ ഇറക്കി. നിങ്ങൾക്ക് വിദേശികൾ കൂടുതലാണ്. എങ്ങനെ ഇറക്കും എന്നുള്ളതിലാണ് തലയ്ക്ക് മാത്രം അറിയാവൂ. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ ചെറുക്കെ നോക്കി കണ്ടൊക്കെ അറിയിക്കും. തലയല്ല ഇപ്പൊ ചിന്നത്തല റൈനയാണ്. ചിന്നത്തല പോയി. എന്നാലും ചിന്നത്തളപതി എന്ന് വേണമെങ്കിൽ ഋതുരാജ് ഗെയ്ക്വാദിനെ അങ്ങനെ നമുക്ക് ഹിറ്റ്മാന്റെ പകരമായിട്ട് വേണ്ട. ഹിറ്റ്മാനെക്കാട്ടും കൂടുതലായിട്ടുള്ള വേറെ ഇഷ്ടം പോലെ എല്ലാം മറ്റേ ഇതല്ലേ നമ്മുടെ ക്യാപ്റ്റന്മാരല്ലേ ഉള്ളത്. രോഹിത് ശർമ്മയുണ്ട്, സൂര്യകുമാർ യാദവ് ഉണ്ട്, തിലക് വർമ്മയുണ്ട്, ഹാർദിക് പാണ്ഡ്യ ഉണ്ട്, മിച്ചൽ സാറ്റ്നർ ഉണ്ട്. ദൂരെ കളഞ്ഞവന്റെ തന്നെ ദീപക് ചഹറുണ്ട്. കയ്യിൽ നിന്ന് കിട്ടിയാ മതി. സാറ്റ്നറിന്റെ ഒന്നും നിങ്ങളെ അത് അത് ട്രെന്റ് ബോൾട്ടിന്റെ അടി വീഴേണ്ടി. എത്രയോ കോടി രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് പട്ടിയടിയും പണയടിയായിട്ട് പണവടി ബുംറ ഇല്ല. ബുംറയ്ക്ക് പരിക്കാണ് മിക്കവാറും കളിക്കാറൊക്കില്ല. പക്ഷെ നിങ്ങൾ ട്രെന്റ് ബോൾട്ടിന്റെ അടി നല്ല സൂപ്പർ ആയിട്ട് കിട്ടുമെന്ന് നോക്കോ. ദീപക് ചഹർ, ട്രെന്റ് ബോൾട്ട്, മിച്ചൽ സാറ്റ്നർ, ഇത് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ചിലപ്പം ഇത് എല്ലാരിന്റെ വാങ്ങിക്കും. നമ്മളിവിടെ നെഞ്ചും പിരിച്ച് നിൽക്കുകയല്ലേ. ഹെഡ് ടു ഹെഡ് 17, 20 ഇതിനൊന്നും ഒരു കാര്യമില്ല. ഈ 2 വർഷം നമ്മൾ ഗ്യാപ്പില്ലാതിരുന്നിട്ട് 5 കപ്പടിച്ചില്ലേ. 2 വർഷം ഗ്യാപ്പ് എവിടെ പോയി? ജേഴ്സി മാറ്റാൻ പോയി. നമ്മളെ ഈ പറ്റിച്ച് ഈ പണക്കാരന്മാർ ചെയ്യുന്ന പരിപാടിയാണ് നമ്മളെയും ചെയ്തത്. മുംബൈക്കാരന്മാർ ഈ പൈസ കൊടുത്ത് ചെയ്യുന്ന പരിപാടിയിലെ നമ്മളെയും ചെയ്തത്. വെള്ള ജേഴ്സി വാങ്ങിക്കാൻ പോയല്ലേ? വെള്ളയിൽ കറുത്ത വരെയുള്ള ജേഴ്സി. എന്താ കുഴപ്പം? അത് നല്ലതാ. എന്താ കുഴപ്പം? 2 വർഷം മാറി പോട്ടെ. എന്നാ ഉടനെ നമ്മൾ വീണ്ടും അടിച്ചില്ലേ കപ്പ്? അത് ശരിയാ. എന്തായാലും ഇനി കളിക്കളത്തിൽ കാണാം. ശരി എന്നാ ഒന്നും നോക്കണ്ട. ശരി എന്നാ. താങ്ക് യു. ഞാൻ പോട്ടെ, കളി കാണാം. ഓക്കെ.